ആദ്യം തന്നെ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. വ്ളോഗ് ഇടാൻ നേരം വൈകിയിട്ടുണ്ട്. ഇന്ന് 3-ാം പെരുന്നാളായിട്ടാണ് ഞാൻ 1-ാം പെരുന്നാളിൻ്റെ വീഡിയോ ഇടുന്നത് കേട്ടോ. അതെന്ന് വെച്ചാൽ കുറേ വിരുന്നും കാര്യങ്ങളും വീട്ടിൽ പോകലും എൻ്റെ വീട്ടിൽ പോകലും ഉമ്മനും ഉപ്പനും ഇങ്ങോട്ട് കൊണ്ടുവരലും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് 2-3 പെരുന്നാൾ വരെ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ സമയം എടുത്തിട്ടോ. അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് 28-ാം നോമ്പിൻ്റെ 29-ാമത്തെ നോമ്പിന് എടുക്കുക കേട്ടോ. അതായത് നാളെ പെരുന്നാളാണെന്ന് ഞാനങ്ങ് മുൻകൂട്ടി ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ വാക്കാട്ടുള്ള പ്രത്യേകതയാണ് നോമ്പ് പെരുന്നാളാകുമ്പോൾ അട ഉണ്ടാക്കും കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഉണ്ണിയപ്പം നെയ്യപ്പമൊക്കെ ഉണ്ടാക്കൽ, ഇവിടെ അടയാണ് കേട്ടോ സ്പെഷ്യൽ. എല്ലാ പെരുന്നാളിൻ്റെ തലേ ദിവസവും അട ഉണ്ടാക്കും കേട്ടോ. ഇലയട ഉണ്ടാക്കൽ. നന്നായി തേങ്ങ ചിരകി അതിൻ്റെ അകത്തേക്ക് ഒത്തിരി ചെറിയ ഉള്ളി ഇട്ടിട്ട് അതേപോലെ പെരുംജീരകവും ഏലക്കായും ഒക്കെ ഇട്ട് ശർക്കര ഒഴിച്ചിട്ടിട്ട്, അതിപ്പോൾ ഞാൻ ഈ അട ഉണ്ടാക്കി എൻ്റെ തറവാട്ടിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഞാൻ ശർക്കര അല്ല ഇട്ടുന്നത്, പഞ്ചാരയാണ് ഇട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്തോ ഈ ശർക്കര കളറേ ഉണ്ടായിരുന്നില്ല, ഒരു ഓറഞ്ച് കളർ പോലത്തെ ഒരു ശർക്കര ആയിരുന്നു. ഇത് പാനിയാക്കിയിട്ട് തേങ്ങയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് തീരെ കളറുണ്ട്. സാധാരണ നമ്മൾ ശർക്കര തേങ്ങയിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല ഡാർക്ക് കളറാവും കേട്ടോ. അതായിരുന്നു കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരക്കുറവും അതായത് കാണുമ്പം പെട്ടെന്ന് നമ്മൾ അട ആയി കഴിഞ്ഞതിന് ശേഷം തീരെ കളറുണ്ടായിരുന്നില്ല. അപ്പോൾ തറവാട്ടിലൊക്കെ കൊണ്ടുപോയപ്പോഴും എൻ്റെ ആങ്ങളാണെങ്കിലൊക്കെ പറഞ്ഞു ഇത്തവണ ഉണ്ടാക്കിയ അട തീരെ നന്നായിട്ടില്ല, മധുരം ഉണ്ടായിരുന്നില്ല. സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വെക്കുന്ന ആ പൂവ് ഞാൻ കുറച്ചേ വെച്ചത് കേട്ടോ. എന്താ പൂവെന്ന് മനസ്സിലായാലും ഈ കൂട്ടിനെയാണ് ഇവിടെ പൂവെന്ന് പറയുന്നത്. നല്ല ഇലയിൽ ഇതിന് അട ഉണ്ടാക്കുന്ന ഇലയാണ് കേട്ടോ. ഈ ഇലയിൽ നമ്മുടെ മാവ് പത്തിരിക്കുള്ള മാവിനെ കേട്ടോ കുഴച്ച് ചാമ്പി വെച്ച് അതിങ്ങനെ ഓരോ ഇലകളിൽ പരത്തി വെച്ചിട്ട് നമ്മൾ ഈ തേങ്ങയ്ക്കനുസരിച്ച് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. ഈ വെച്ച് കൊടുക്കുന്ന കൂട്ടിനാണ് ഇവിടെ പൂവെന്ന് പറയുന്നത് കേട്ടോ. ഇത് ക്വാണ്ടിറ്റി കൂടുതൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ ഏകദേശം ഒരു 4-5 തേങ്ങ എടുത്തതുകൊണ്ട് തന്നെ എനിക്ക് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് 40 അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ടതുകൊണ്ട് തന്നെ ടേസ്റ്റ് കുറവാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഒത്തിരി തേങ്ങ എടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ മടക്കി എടുക്കുന്നതാണ് അട. ഇത് ഞാൻ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി ഒന്നുകൂടെ മടക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ 2 ഭാഗം കൂടി ചേർത്ത് അങ്ങ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അട റെഡി ആയിട്ടുണ്ട്. ഇത് പാത്രത്തിൽ വെക്കാൻ വേണ്ടി എളുപ്പത്തിന് ഞാൻ മടക്കി വെച്ചത്. ഇതാണ് നമ്മുടെ നാട്ടിലത് ഈ വാക്കാട് ഭാഗത്തൊക്കെ ഉള്ള വാക്കാട് ഭാഗത്തൊക്കെ അട ഇങ്ങനെയാണ് ഉണ്ടാക്കൽ കേട്ടോ. പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അച്ചാറിട്ട വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ പെരുന്നാളിനാണ്, പിറ്റേ ദിവസം പെരുന്നാളാണ്, 29 നോമ്പെല്ലാം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പെരുന്നാളിനായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാനിവിടെ നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കിയത്, ബീഫ് കറി, ബീഫ് ഫ്രൈയും. പിന്നെ ഇന്നലെ കാണിച്ചല്ലോ നമ്മൾ ഓർക്കാപ്പുളി കൊണ്ടുള്ള നല്ല പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സാലഡ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ മോള് ബീഫ് കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് മുട്ടയും പൊരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളെ പെരുന്നാൾ സ്പെഷ്യൽ. നല്ല നെയ്ച്ചോറും ബീഫ് ഫ്രൈയും. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും വരും.